പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത് സ്ഥിരമായി. സൃഷ്ടിയുടെയും നിതിന്റെയും കൂടെ പോകില്ല എന്ന് പറയുമെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് തന്നെ പോകേണ്ടി വരും. അപ്പോൾ അടി മസ്റ്റാണ്. അങ്ങനെ ഒരു 3 ദിവസത്തിന് ശേഷം ഒരു ദിവസം രാത്രി കൊണ്ട് ഇതിന്റെ റൂമിലേക്ക് വരുന്ന നിധിൻ. ഇതു ഡാ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? കാര്യം പറ. അത് എടാ, സൃഷ്ടിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതിന് നീ ആ ശിവയെ ഒന്ന് വിളിക്കാവോ? വേറെ പണിയില്ല, നിനക്കെന്താ വിളിച്ച? എടാ, ഞാനാണെന്ന് കണ്ടാ ചിലപ്പോ അവള് ഫോൺ എടുക്കില്ല. സൃഷ്ടിയുടെ കാര്യത്തിനാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓ, ഞാനാണെങ്കി പിന്നെ ഇപ്പൊ എടുക്കും അവള്. എടാ പ്ലീസ് പ്ലീസ് പ്ലീസ്, വേറെ വഴിയില്ലാത്തോണ്ടാടാ. ആ ശരി, നമ്പർ ദാ. ഇതിപ്പോ ആരാ ഈ നേരത്ത്? ഏതാ ഈ നമ്പർ? ഹലോ ഹലോ, ഇത് ഞാനാ. എവിടെയോ കേട്ട് പരിചയമുള്ള വൃത്തികെട്ട ശബ്ദം. എടി 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 എടി, വൃത്തികെട്ട ശബ്ദം എന്റെ അല്ലടി, നിന്റെയാ. അഹങ്കാരി. ഓ, താനായിരുന്നോ? എന്താണോ? എടി എന്റെ പൊന്നി ഏതു, ഇങ്ങത്താ. ശിവ, ഞാനാ നിധിൻ. സൃഷ്ടിയെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്ത് പറ്റി?